Hi, my dear students. Welcome back to Bharat College Mathematics online classes. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ഹെഡിങ്ങിൽ ബാലൻസ് ഉള്ള 4 ക്വസ്റ്റ്യൻ ചെയ്യണം. കൂടാതെ പുതിയ ഒരു ടോപ്പിക്കിലേക്ക് കൂടി കടക്കുകയാണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ ബാലൻസ് ഉള്ള 4 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്പർ 19, അതായത് 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് വെച്ചുകൊണ്ടുള്ള 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ഫസ്റ്റ് റോ എക്സ് പ്ലസ് വൈ പ്ലസ് 2z എക്സ് വൈ, സെക്കൻഡ് റോ ഇസഡ് വൈ പ്ലസ് ഇസഡ് പ്ലസ് 2x വൈ, തേർഡ് റോ ഇസഡ് എക്സ് ഇസഡ് പ്ലസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2 into x plus y plus z the whole cube എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ ആണ്. അപ്പൊ ഞാൻ LHS എടുക്കുന്നു. LHSൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഫസ്റ്റ് റോ ആഡ് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x, വൈ പ്ലസ് വൈ 2y പ്ലസ് 2z. അതേ സംഭവം തന്നെ ആയിരിക്കത്തില്ലേ സെക്കൻഡ് റോ ആഡ് ചെയ്താലും കിട്ടുക? അതുപോലെ തന്നെയല്ലേ തേർഡ് റോ ആഡ് ചെയ്താലും കിട്ടുക? അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്: C1 gives C1 plus C2 plus C3. C1ലെ എലമെന്റ് എങ്ങനെ മാറ്റുന്നു? C1 plus C2 plus C3 എന്ന് മാറ്റുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എവിടെ എഴുതുന്നു? ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് കോളം എങ്ങനെ മാറുന്നു? 2 into x plus y plus z എന്ന് മാറി. ഓക്കെ, ഓപ്പറേഷൻ അപ്ലൈ ചെയ്തു, ഇങ്ങനെ കിട്ടി. അപ്പൊ ഫസ്റ്റ് കോളം നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? 2 into x plus y plus z കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. അത് കോമൺ ആയിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്താലേ ഫൈനൽ ആൻസറിലോട്ട് എത്തുകയുള്ളൂ. ഫസ്റ്റ് കോളം നോക്കുകയാണെങ്കിൽ 3 എലമെന്റ് 1 എന്ന് കിടപ്പുണ്ട്. അതിൽ 2 എലമെന്റിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? 0യിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഇതാണ്: R1 gives R1 minus R2, അതുപോലെ R2 gives R2 minus R3. അപ്പൊ R1 മാറ്റണം. എങ്ങനെയാ? R1 minus R2. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയുടെ മൈനസ് ചെയ്യുക, ഫസ്റ്റ് റോയുടെ അടുത്ത് എഴുതാം. സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ മൈനസ് ചെയ്യുക, സെക്കൻഡ് റോയുടെ അടുത്ത് എഴുതാം. ഓക്കെ ആണേ. അപ്പൊ എങ്ങനെ വരുമായിരിക്കും? ഞാൻ അതങ്ങ് എഴുതാം: 1 minus 1 0. ഇനി എന്താണ് അടുത്തത് വരുന്നത്? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് 2x എന്ത് കിട്ടും? മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, ദെൻ വൈ മൈനസ് വൈ 0. സെക്കൻഡ് റോ എങ്ങനെ മാറും? 1 minus 1 0 x, then y plus z plus 2x minus x. അപ്പൊ എന്ത് കിട്ടും? x plus y plus z. then ഇവിടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്കോ y മൈനസ് z plus x plus 2y എന്ത് കിട്ടും? മൈനസ് ഓഫ് x plus y plus z എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇനി എക്സ്പാൻഡ് ചെയ്യണം. ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സംഭവം C1 വഴി എക്സ്പാൻഡ് ചെയ്യുന്നു. C1 വഴി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? അതിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, 1. അത് മാത്രം കൺസിഡർ ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും? 1 കൺസിഡർ ചെയ്യുമ്പോൾ 2 into x plus y plus z അതുപോലെ എഴുതി, ദെൻ 1 എടുക്കുന്നു. ഈ ഒരു എലമെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആ റോയും ആ കോളവും എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഈ 4 ടേംസ് ആണ് അല്ലെ. അതിനെന്ത് ചെയ്യുന്നു? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ ഒരു ടേം ഇൻറ്റു 0. ഇപ്പൊ എന്തായി? 0. ഏത് നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താൽ അത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 into എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ 1ഉം ഈ 2 കൂടെ ആകുമ്പോൾ എന്തായിട്ട് മാറുന്നു? 3. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി 2 into എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ ക്യൂബ്. അപ്പോ എന്തിന് ഈക്വൽ ആയിട്ട് മാറി? RHSന് ഈക്വൽ ആയിട്ട് മാറി. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിപ്പോ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഷോ ദാറ്റ് ഈ കൊടുത്തിരിക്കുന്ന ഡിറ്റർമിനന്റ് വാല്യൂ എന്താന്ന് പ്രൂവ് ചെയ്യണം? 1 minus x cube ദ ഹോൾ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്തെടുക്കാം?
LHS എടുക്കുക. LHSന്റെ പ്രത്യേകത നോക്കി, നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആഡ് ചെയ്താൽ 1 + x + x², സെക്കൻഡ് റോ ആഡ് ചെയ്താലും അത് തന്നെ കിട്ടും, തേർഡ് റോ ആഡ് ചെയ്താലും 1 + x + x² എന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് എങ്ങനെ എഴുതാം ഓപ്പറേഷൻ? C1 gives C1 + C2 + C3. അപ്പൊ ഫസ്റ്റ് കോളം ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ്? C1 + C2 + C3 എടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് കോളം കംപ്ലീറ്റ് 1 + x + x² എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 + x + x² എന്തായിട്ട് എടുക്കുക? കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ ഫസ്റ്റ് കോളം കംപ്ലീറ്റ് 1 ആകും, ബാക്കിയെല്ലാം സെയിം. കോമൺ ആയിട്ട് എടുത്തേക്കുന്നത് 1 + x + x². ഇനി എന്താ ഫസ്റ്റ് കോളത്തിന്റെ പ്രത്യേകത? എല്ലാ എലമെന്റും 1 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് എലമെന്റ് 0 കൺവേർട്ട് ചെയ്യാം. ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു? R1 gives R1 - R2, R2 gives R2 - R3. അപ്പൊ എങ്ങനെ വരുമായിരിക്കും? ഈക്വൽ ടു 1 + x + x² അതുപോലെ എഴുതി മൈനസ് ചെയ്യാം. 1 - 1 0, x - 1 x² - x. ഫസ്റ്റ് റോ ആയി. സെക്കൻഡ് റോ 1 - 1 0, 1 - x², x - 1. തേർഡ് റോ അതുപോലെ തന്നെ എഴുതി. ഇനി ഫസ്റ്റ് റോയിൽ നിന്നും സെക്കൻഡ് റോയിൽ നിന്നും 1 - x കോമൺ ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് റോയിൽ നിന്ന് 1 - x എടുക്കണം, സെക്കൻഡ് റോയിൽ നിന്നും 1 - x എടുക്കണം. ഇവിടെ x - 1 അല്ലേ കിടക്കുന്നേ, ഞാൻ കോമൺ എടുക്കുന്നത് എന്താ? 1 - x. അപ്പൊ തിരിഞ്ഞല്ലേ നിൽക്കുന്നത്, സോ ഇവിടെ എന്ത് വരും? -1. ഇതിൽ നിന്ന് x കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? x × x - 1. അവിടെ നിന്ന് 1 - x കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? -x എന്ന് വരും. അങ്ങനെ ഫസ്റ്റ് റോ കിട്ടുന്നു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0, അതുപോലെ കോമൺ ആയിട്ട് എടുക്കാനില്ല. 1 - x², അതിനെ എങ്ങനെ എഴുതാം? 1 - x × 1 + x. അതിൽ എന്ത് കോമൺ ആയിട്ട് എടുക്കുക? 1 - x കോമൺ ആയിട്ട് എടുക്കുക. അടുത്ത് എന്തുണ്ട്? 1 + x. ഇനി ഇവിടുന്ന് 1 - x കോമൺ ആയിട്ട് എടുത്താൽ -1 എന്ന് കിട്ടി. ഓക്കെ ആണേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എക്സ്പാൻഡ് ചെയ്യുക. ഏത് വൈസ് എക്സ്പാൻഡ് ചെയ്യാം? ഫസ്റ്റ് കോളം വൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് കോളം വൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഈ പുറത്ത് കിടക്കുന്ന അതുപോലെ എഴുതാം. 1 മാത്രം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × -1 1. പിന്നെ ഈ മൈനസും വരുന്ന മൈനസ് ക്രോസ് ചെയ്യുമ്പോൾ നടുക്ക് മൈനസ് അല്ലേ വരുന്നത്, അതും കൂടെ ചേർത്തിത് +x × 1 + x എന്ന് കിട്ടുന്നു. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഇങ്ങനെയായി 1 + x × 1 + x എന്ന് കിട്ടി. ഇനി ആ x അകത്തേക്ക് ഗുണിച്ചെഴുതാം. അപ്പൊ പുറത്തുള്ള അതുപോലെ എഴുതി, ഇവിടെ x അകത്തേക്ക് ഗുണിച്ചാൽ 1 + x + x². ഈ 1 + x + x²ഉം ഈ 1 + x + x² കൂടെ ആകുമ്പോൾ എങ്ങനെ മാറും? ആദ്യത്തത് ഈ നടുക്ക് കിടക്കുന്ന ആദ്യം എഴുതി എന്താ? 1 - x² അങ്ങ് എഴുതി. ദെൻ അടുത്ത രണ്ടെണ്ണം ചേർത്ത് ഹോൾ² എന്ന് കൊടുത്തു. ഇനി ഇത് a² + b² എന്നല്ലേ, അതിനെ എങ്ങനെ എഴുതാം? ab the whole² എന്ന് മാറ്റി എഴുതും. അപ്പൊ എങ്ങനെ വരും? 1 - x × 1 + x + x² the whole². ഈ 1 - x × 1 + x + x² എന്ന് പറയുന്നത് 1 - x³ എക്സ്പാൻഷൻ ആണ്. അപ്പൊ അതെങ്ങനെ എഴുതാം? 1 - x³ the whole². എന്തിന് ഈക്വൽ ആയിട്ട് മാറി? RHS ഈക്വൽ ആയിട്ട് മാറി. അപ്പൊ LHS ഈക്വൽ ടു എന്തെന്നായി? RHS എന്നായി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോബ്ലം നമ്പർ 21. ഷോ ദാറ്റ് ഈ കൊടുത്തിരിക്കുന്ന ഡിറ്റർമിനന്റ് 1 + a² + b² × a³ എന്ന് തെളിയിക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും നേരം ചെയ്ത ഒരു മെത്തേഡ് അല്ല, മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. അപ്പോ ആദ്യം എന്ത് ചെയ്യാം? LHS എഴുതാം. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഓപ്പറേഷൻ അപ്ലൈ ആണ്. C3 gives a × C3. അപ്പോ തേർഡ് കോളത്തിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ മാറാതിരിക്കാൻ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻസിനെ a കൊണ്ട് ഡിവൈഡും ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം എന്തെഴുതും? ഫ്രണ്ടിൽ 1/a, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം അതുപോലെ എഴുതി, തേർഡ് കോളത്തിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ ഇവിടെ -2ab, ഇത് 2a², ഇതെന്ത് വരും? a - a³ - ab² എന്ന് കിട്ടും. ഓക്കെ ആണേ. ദെൻ അടുത്ത ചെയ്യുന്നത് C3 എങ്ങനെ മാറ്റുന്നു? C3 + C2 എന്നാക്കുന്നു. അപ്ലൈയിങ് C3 gives C3 + C2. അപ്പൊ എങ്ങനെയാ വരിക? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ കേസ് ഒന്നുകൂടെ നോക്കുക. ഇവിടുത്തെ കേസിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഏതൊക്കെ തമ്മിലാണ്? C3യും C2യും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ 2ab - 2ab 0. ഇത് ആഡ് ചെയ്താലോ
1 മൈനസ് എ സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ ആകുമ്പോൾ ഇത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 2a പ്ലസ് എ. അപ്പൊ ഇതെന്തായിട്ട് മാറും? മൈനസ് എ മൈനസ് എ ക്യൂബ് മൈനസ് എ ബി സ്ക്വയർ. ഒന്ന് എഴുതി നോക്കുക കേട്ടോ. ഈ ഓപ്പറേഷൻ കൃത്യമായിട്ട് എഴുതി നോക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി. ഇതിൽ നിന്ന് ടേക്ക് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആസ് കോമൺ ഫ്രം C3. അപ്പൊ C3 ഞാൻ ചെയ്ത ഓപ്പറേഷൻസ് എന്തൊക്കെയാ? ആദ്യം C3യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഫ്രണ്ടില് വാല്യൂ മാറാതിരിക്കാൻ 1/a കൊടുത്തു. ദെൻ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താ? C3യെ എങ്ങനെ മാറ്റി? C3 പ്ലസ് C2 എന്നുള്ള മാറ്റി. എന്നിട്ട് C3യിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കുന്നു? 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടുന്ന് C3യിൽ ആദ്യത്തെ 0 ആയതുകൊണ്ട് 0 വരും. ഇവിടുന്ന് കോമൺ എടുത്താൽ 1. ഇതിൽ നിന്ന് മൈനസ് എ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ ഇവിടെ മൈനസ് എ വരും. ഓക്കെ ആണേ. ദെൻ അടുത്തത്, അപ്പൊ നമ്മൾ C3യിൽ ഇത്രയും ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ചെയ്യുന്നത് R2ലാണ്. അപ്പൊ ആദ്യം C3യെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് C3 എങ്ങനെ മാറ്റി? C3 പ്ലസ് C2 എന്ന് മാറ്റി. എന്നിട്ട് C3യിൽ നിന്ന് എന്ത് കോമൺ എടുത്തു? 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ എടുത്തു. ദെൻ അടുത്തത് C3 കഴിഞ്ഞിട്ട് എങ്ങോട്ട് കയറാണ്? R2ലോട്ട് വരികയാണ്. R2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? എ ഇൻറ്റു R2. അപ്പൊ സെക്കൻഡ് റോയെ R2 കൊണ്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ മാറാതിരിക്കാൻ ഫ്രണ്ടിൽ എന്ത് കൊടുക്കണം? 1/a കൂടെ കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി എ ഉണ്ട്. ആ എയും കൂടെ വരുമ്പോ എ സ്ക്വയർ എന്ന് മാറും. ഫസ്റ്റ് റോ അതുപോലെ എഴുതി. സെക്കൻഡ് റോ വരുമ്പോൾ എന്ത് വരും? 2a സ്ക്വയർ ബി. ഇവിടെ ആണെങ്കിലോ എ മൈനസ് എ ക്യൂബ് പ്ലസ് എ ബി സ്ക്വയർ. പിന്നെ ഇവിടെ എ. ലാസ്റ്റ് ടൈമിന് വ്യത്യാസമില്ല. ഇനി അടുത്ത നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, മുമ്പേ അവിടെ എന്താ തൊട്ട് മുമ്പേ C3 gives C3 പ്ലസ് C2 എന്നല്ലായിരുന്നോ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് C2 gives C2 അല്ല, R2 gives R2 പ്ലസ് R3. അപ്പൊ അടുത്ത കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ R2 gives R2 പ്ലസ് എന്തെന്നാണ്? R3 എന്നാണ്. ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെ മാറും? R2 മാറ്റണം. എങ്ങനെ മാറ്റണം? R2ഉം R3യും കൂടെ ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ ഫസ്റ്റ് റോ അതുപോലെ വരും. സെക്കൻഡ് റോയിൽ ഇവിടെ എന്ത് വരും? 2a സ്ക്വയർ ബി പ്ലസ് 2b ആണ്. ഇവിടെ എന്ത് വരും? മൈനസ് 2a അല്ലേ? അപ്പൊ ഇവിടെ മൈനസ് എ ക്യൂബ് പ്ലസ് എ ബി സ്ക്വയർ. എ മൈനസ് എ 0. അപ്പൊ ആ രീതിയിൽ ഏത് മാറി? സെക്കൻഡ് റോ മാറി. ഇനി ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് കോളത്തിൽ നിന്നും തേർഡ് കോളത്തിൽ നിന്നും എ കോമൺ ആയിട്ട് എടുക്കുന്നു. സെക്കൻഡ് കോളത്തിൽ നിന്നും എ എടുക്കാം, തേർഡ് കോളത്തിൽ നിന്നും എ എടുക്കാം. അപ്പൊ ഇവിടുന്ന് എ എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു എ ആകുമ്പോൾ എ സ്ക്വയർ കിട്ടത്തില്ലേ? അത് ന്യൂമറേറ്ററിൽ വരും. അപ്പോ എ സ്ക്വയർ മുകളിൽ, താഴത്തെ എ സ്ക്വയറോടെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് കോളം അതുപോലെ ഇവിടുന്ന് എടുത്താൽ 2b. ഇവിടെ എന്ത് വരും? -1 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ -2. ഇവിടെ ആണെങ്കിലോ 0 0 -1. ഇപ്പൊ നമുക്ക് രണ്ട് എലമെന്റ് 0 ആയല്ലോ. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഈ തേർഡ് കോളം വൈസ് എക്സ്പാൻഡ് ചെയ്യാം. C3 വൈസ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇപ്പൊ എങ്ങനെ കിട്ടും? പുറത്ത് 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. ദെൻ -1 ഇൻറ്റു ഇത് ക്രോസ് ചെയ്യണം. അപ്പോൾ 1 പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു -1 മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2b ഇൻറ്റു 2a സ്ക്വയർ ബി പ്ലസ് 2b. ഓക്കെ ആണേ. അപ്പോ അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു മോഡലാണ് കിട്ടിയേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തണം. അതിന് ഞാൻ ചെയ്യുന്ന ആദ്യത്തത് -1 എന്ന് കിടക്കുന്നുണ്ടോ? അതങ്ങ് ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ -1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ഇത് അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു -1 -1 1 ഇൻറ്റു മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ 1 into b square plus b square. Similarly, a square into -1 minus a square plus a square into minus a square minus a raised to 4 a square into b square a square b square. ഇനി മൈനസ് ബി അകത്തേക്ക് കൊടുക്കാം. ബി സ്ക്വയർ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -b square -1 plus b square മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. അപ്പോൾ മൈനസ് ബി റേസ് ടു 4. ഇവിടെ -2b അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -2b into 2a square b square എന്ത് കിട്ടും? -4a square b square. അടുത്ത -2b into 2b. അപ്പോൾ -4b square എന്ന് കിട്ടി.
ഇനി 1 പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതുന്നു, ഈ മൈനസ് അകത്ത് കൊടുക്കുന്നു, ഒരേ കണക്കുള്ള ടൈംസ് ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ മൈനസ് ഓഫ് -1 1. അതുപോലെ മൈനസ് എ സ്ക്വയറും ഈ മൈനസ് എ സ്ക്വയറും കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? -2 എ സ്ക്വയർ എന്ന് കിട്ടും. അതും ഈ മൈനസ് കൂടെ വരുമ്പോഴോ +2 എ സ്ക്വയർ എന്നാവും. അതുപോലെ -a⁴ ഒരു ടേമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ഈ മൈനസ് കൂടെ ആകുമ്പോൾ +a⁴. അതുപോലെ -b⁴ എന്താവും? +b⁴. 2a² ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ഇത് നോക്കുക. +a²b² +a²b² കൂടെ ആഡ് ചെയ്യുമ്പോൾ 2a²b². അതും മൈനസ് ഏതുമായിട്ട് വരുമ്പോ 4a²b² ആകുമ്പോൾ -2a²b² എന്ന് വരും. ആ മൈനസ് ഈ ഫ്രണ്ടിലെ മൈനസ് കൂടെ ആകുമ്പോൾ +2a²b². പ്ലസ് അടുത്ത എന്താണ്? ഇവിടുത്തെ b²ഉം b² കൂടെ ആകുമ്പോൾ 2b² -4b² കൂടെ ആകുമ്പോൾ -2b² എന്ന് കിട്ടും. ആ പുറത്തുള്ള മൈനസ് കൂടെ ആകുമ്പോൾ +2b² എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് ഈ കൊടുത്തിരിക്കുന്ന രണ്ടാമത് വന്നിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് 1 + a⁴ + b⁴ + 2a² + 2a²b² + 2b² നടക്കുന്നുണ്ടോ? അത് 1 + a² + b² ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഫസ്റ്റ് പാർട്ട് എഴുതി, സെക്കൻഡ് പാർട്ടിന്റെ അവിടെ എന്ത് എഴുതുന്നു? 1 + a² + b² ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയല്ലോ. അപ്പോ 1 + a² + b², ഇവിടെ പവർ 1, ഇവിടെ പവർ 2. 1 + 2 3. അപ്പോ 1 + a² + b² ഹോൾ ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു പോർഷനിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം നമ്പർ 22. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ഈ കൊടുത്തിരിക്കുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ 1 + a² + b² + c² എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം LHS എടുക്കൂ. ദെൻ R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ എ കൊണ്ടും സെക്കൻഡ് റോയെ ബി കൊണ്ടും തേർഡ് റോയെ സി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. R2 gives BR2 എന്നാണ് കേട്ടോ, R3 അല്ല. R2 gives BR2. അപ്പൊ ആദ്യത്തെ റോയെ എ കൊണ്ടും രണ്ടാമത്തെ റോയെ ബി കൊണ്ടും മൂന്നാമത്തെ റോയെ സി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് LHS എങ്ങനെ മാറും? അപ്പൊ ഇവിടെ എയും ബിയും സിയും നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതല്ലേ, വാല്യൂ മാറാതിരിക്കാൻ ഫ്രണ്ടിൽ എന്ത് കൊടുത്തു? 1/ABC കൊടുത്തു. ദെൻ ആദ്യത്തെ റോയെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, രണ്ടാമത്തെ റോയെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, മൂന്നാമത്തെ റോയെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇനി എ എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിൽ നിന്ന് എ കോമൺ ആയിട്ട് എടുക്കാം. തൊട്ട് മുമ്പേ റോയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്, ഇനി കോളം വൈസ് കോമൺ എടുക്കാൻ പോവാം. ഫസ്റ്റ് കോളത്തിൽ നിന്ന് എ കോമൺ എടുക്കുക, സെക്കൻഡ് കോളത്തിൽ നിന്ന് ബി കോമൺ എടുക്കുക, തേർഡ് കോളത്തിൽ നിന്ന് സി കോമൺ ആയിട്ട് എടുക്കുക. അപ്പോ ഫ്രണ്ടിൽ എന്ത് വരും? ABC/ABC എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് കോളത്തിൽ നിന്ന് എ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? ഇവിടെ a² + 1. ഇവിടെ ആണെങ്കിൽ b² c². ഇവിടെ ആണെങ്കിലോ a² b² + 1 c². ഇവിടെ ഏതാ? സി ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ a² b² c² + 1 അതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഞാനൊരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. R1 gives R1 + R2 + R3. R1 മാറ്റുകയാണ്. എങ്ങനെയാ മാറ്റുന്നത്? R1 + R2 + R3 എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ എന്താ വരിക? 1 + a² + b² + c². ഇത് ആഡ് ചെയ്താലും 1 + a² + b² + c². ഇവിടെയും 1 + a² + b² + c². അപ്പൊ ഫസ്റ്റ് റോ കംപ്ലീറ്റ് എന്താവുന്നു? 1 + a² + b² + c² എന്നാവുന്നു. ഇനി പുറത്തുള്ള ABC/ABC1 അത് കട്ടാം. അപ്പോ ഫസ്റ്റ് റോ മാറി. ഇനി ആ ഫസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 1 + a² + b² + c² കോമൺ ആയിട്ട് എടുക്കുന്നു. ഓക്കെ ആണ്, R1 നിന്ന് എടുത്തു. ഇനി എന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് എളുപ്പമാക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് റോയില് കംപ്ലീറ്റ് എലമെന്റ് 1 അല്ലേ കിടക്കുന്നത്, അതിലെ രണ്ടെണ്ണത്തിനെ എന്തിലോട്ട് മാറ്റുക? 0 മാറ്റുക. അതിന് ഞാൻ ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു? C2 gives C2 - C3. C2 എങ്ങനെ മാറ്റുക? C2 - C3 എന്ന് മാറ്റുക. C1 എങ്ങനെ മാറ്റുക? C1 - C2 എന്ന് മാറ്റുക. അപ്പൊ എങ്ങനെ വരും? ഇത് 1 - 1 0, b² - b² കട്ടായി, പിന്നെ -1, c² - c² 0. ഇവിടെയും 1 - 1 0, b² + 1 - b² 1. ഇവിടെ c² - c² കട്ടായി -1. അപ്പൊ അങ്ങനെ ആവുമ്പോ ഫസ്റ്റ്
കോളം എങ്ങനെ മാറും? 0 -1 0. സെക്കൻഡ് കോളം എങ്ങനെ മാറി? 0 1 -1. തേർഡ് കോളത്തിന് വ്യത്യാസമില്ല. ഇനി നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് റോ വൈസ് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ 1 മാത്രമേ വരത്തുള്ളൂ. ബാക്കി എന്ത് വരും? ആ 1 വരുന്ന റോയും കോളവും കട്ട് ചെയ്തു. ബാക്കി നമുക്ക് -1 1 0 -1. അത് ക്രോസ് ചെയ്താൽ പോരെ? -1 × -1 1 -0 × 1 0. അപ്പൊ ഈ എന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആയി. അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടെ എന്തേ ഉള്ളൂ? 1 + a² + b² + c². അതെന്തിന് ഈക്വൽ ആണ്? RHSന് ഈക്വൽ ആണ്. അപ്പൊ LHS ഈക്വൽ ടു എന്തെന്ന് കിട്ടി? RHS എന്ന് കിട്ടി. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന 22 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ്? ചെയ്ത് നോക്കിയൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കഴിഞ്ഞു. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യാണ്. ടോപ്പിക് ഇതാണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇതൊരു ചെറിയ ഹെഡിങ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഹെഡിങ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി വെച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ 3 വെർട്ടിസസ്, ട്രയാങ്കിളിന് 3 വെർട്ടിസസ് ഉണ്ടാവും. അത് നമുക്കറിയാം. കോർഡിനേറ്റ് ഫസ്റ്റ് വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് x1 y1, then x2 y2, ലാസ്റ്റ് x3 y3 ആണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു, ഇവിടെ ഡെൽറ്റ എന്ന് കൊടുത്തതെന്ന് ഉദ്ദേശിക്കുന്ന ഏരിയ ആണ്. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് വരയ്ക്കുക. ഫസ്റ്റ് വന്നേക്കുന്ന x1 x2 x3 ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം. y1 y2 y3 സെക്കൻഡ് കോളം ആയിട്ട് എഴുതാം. തേർഡ് കോളം എന്ത് കൊടുക്കുക? 1 1 1 എന്ന് കൊടുക്കുക. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. അപ്പൊ 3 പോയിന്റ് ഉണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക, y കോർഡിനേറ്റ് സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക, തേർഡ് കോളം എന്തെന്ന് എടുക്കുക? 1 1 എന്ന് എടുക്കുക. ആ ഡിറ്റർമിനന്റ് വാല്യൂവിന്റെ ഹാഫ് എടുക്കുമ്പോൾ എന്തിന്റെ ഏരിയ കിട്ടും? ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഇതിന്റെ അകത്ത് ഓർത്തിരിക്കേണ്ട 2 സ്പെഷ്യൽ കേസസ് പറയാം. ഒന്ന്, ഏരിയ എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കിട്ടിയാലും അതിന്റെ എന്തെടുക്കുക? അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. മീൻസ് സൈൻ കളയുക. ഇപ്പൊ -2 കിട്ടിയാൽ ഏരിയ 2 എന്ന് എടുക്കുക. +2 ആണെങ്കിലും ഏരിയ എന്ത് തന്നെ ആയിരിക്കും? 2 എന്ന് തന്നെ എടുക്കുക. ദെൻ കൊളീനിയർ പോയിന്റ്സിൽ ഏരിയ ഫോം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കൊളീനിയർ പോയിന്റ്സിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 0 എന്നേ കിട്ടത്തുള്ളൂ. എന്താ കൊളീനിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഒരേ ലൈനിലുള്ള പോയിന്റ്. അപ്പൊ ഒരേ ലൈനിലുള്ള 3 പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ഫോം ചെയ്യില്ല? ട്രയാങ്കിൾ ഫോം ചെയ്യില്ല. അതുകൊണ്ട് അതിന്റെ ഏരിയ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്ന്, ഏരിയ എപ്പോഴും പോസിറ്റീവ് ആണ്. സോ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂവിന്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുക. ദെൻ സെയിം ലൈനിലുള്ള 3 പോയിന്റ് തന്നിട്ടാണ് ഏരിയ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ 3 8. ഫസ്റ്റ് വെർട്ടെക്സ്, സെക്കൻഡ് -4 2, തേർഡ് 5 1. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ ഒന്ന് എടുക്കാം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് x1 x2 x3 എന്ന് പറഞ്ഞ എക്സ് കോർഡിനേറ്റ് എടുക്കുക. ഇവിടെ 3 -4 5. ദെൻ y കോർഡിനേറ്റ് എടുക്കുക. 8 2 1. അത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക. തേർഡ് കോളം 1 1 എന്ന് കൊടുക്കും. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെയാണ്? 1/2 ഇട്ടു. ഫസ്റ്റ് റോ വൈസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ 3 എടുത്തു കഴിഞ്ഞാൽ ആ റോയും കോളവും കളഞ്ഞു. പിന്നെ ഇത് ക്രോസ് ചെയ്യുക. 2 × 1 2 -1 × 1 1. അപ്പൊ 3 × 2 -1. ആദ്യത്തെ പ്ലസ് എടുക്കുമ്പോൾ അടുത്തത് -8. ആ റോയും ആ കോളവും കളഞ്ഞാൽ -4 × 1 -4, -5 × 1 -5, പ്ലസ് അടുത്ത ലാസ്റ്റ് എലമെന്റ് 1. 1 എടുക്കുമ്പോൾ ആ റോയും കോളവും കളഞ്ഞു. -4 2 5 1. അപ്പൊ -4 × 1 -4, -2 × 5 10. അപ്പൊ ഇത് 1/2 × 2 - 1 1 1 × 3 3. ഇനി -4ഉം -5 കൂടെ ആകുമ്പോൾ -9, -9 × -8 +72. -4ഉം -10 കൂടെ ആകുമ്പോൾ -14 × 1 -14. അപ്പൊ ഇത് എങ്ങനെ വരും? 72ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 75. അതിൽ നിന്ന് 14 കുറയ്ക്കുന്നു. 75ൽ നിന്ന് 14 കുറച്ചു കഴിഞ്ഞാൽ 61. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി 61/2.
ഇപ്പൊ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫോർമുല ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഇതിന്റെ അകത്ത് 2-3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഏരിയ റിലേറ്റഡ് വിത്ത് ട്രയാങ്കിളിന്റെ ഏരിയ ഡിറ്റർമിനൻസ് വെച്ച് കണ്ടുപിടിക്കുന്നതിൽ 2-3 പ്രോബ്ലം കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.